ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഓവലിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഈ മത്സരത്തിന്റെ 5-ാം ദിവസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇംഗ്ലണ്ടിന് ഈ മത്സരം വിജയിക്കാൻ വേണ്ടത് 35 റൺസ് ആയിരുന്നു. ഇന്ത്യക്കാകട്ടെ 4 വിക്കറ്റും. ഇംഗ്ലീഷ് നിരയെ വിറപ്പിച്ച് ആ 4 വിക്കറ്റുകളും പിഴുതുകൊണ്ടാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടത്തിലേക്ക് നടന്നെടുത്തത്. ഈ വിജയം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട്. അതായത് ഹാരി ബ്രൂക്കും ജോ റൂട്ടും ഒക്കെ ചേർന്ന് സെഞ്ചുറി അടിച്ചിട്ട് മത്സരം അനായാസം ഇംഗ്ലണ്ടിനെ വിജയത്തിൽ എത്തിക്കുമെന്ന് തോന്നിച്ച നിമിഷമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അതായത് ഇത്രയും പ്രഷറിൽ ഇനിയിപ്പോൾ ആ ഒരു 374 പോലൊരു ഡോണ്ടിങ് ആയിട്ടുള്ള ടാർഗറ്റ് ഉയർത്തിയിട്ട് എതിർ ടീം 301-3 എന്ന നിലയിലേക്ക് അനായാസം എത്തുക. അതായത് ഇന്ത്യൻ ബോളേഴ്സ് ഫുൾ ടയർഡ് ആണ്. ഒരു സൈഡിൽ വളരെ നല്ല റൺ റേറ്റിലാണ് ഹാരി ബ്രൂക്കും ജോ റൂട്ടും ചേർന്ന് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവല്ല നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ദ ബാക്ക് പ്രസ്ഡ് അഗെയിൻസ്റ്റ് വോൾ എന്ന് പറയും. അതായത് അവർക്കിനി ഒരു ഹോപ്പും ഇല്ല എന്ന് നമ്മൾ ആരാധകർക്ക് തോന്നിയെടുത്ത് നിന്ന്, അതായത് 7 വിക്കറ്റ് ശേഷിക്കെ സെഞ്ചുറി അടിച്ച 2 ബാറ്റേഴ്സ് ക്രീസിൽ നിൽക്കെ വെറും 73 റൺസ് മാത്രം മതിയെന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ വിജയത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇത്രയും ക്ലോസ്ലി ഫോർട്ട് ആയിട്ടുള്ള ഒരു സീരീസിന് ഡിസേർവ് ചെയ്യുന്ന ഒരു ഫൈനൽ ഡേ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതായത് അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റിനെ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മത്സരം. ഈ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ 1-2 സെഷനിൽ ഒരു ടീം മുന്നിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല. ഇതൊരു ശരിക്കും ഒരു ടെസ്റ്റാണ്. ആ ഒരു ഗ്രിറ്റ്, ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു സ്റ്റാമിന, ആ ഒരു ഫോക്കസ്, ആ ഒരു കോൺസെൻട്രേഷൻ, എല്ലാത്തിൻ്റെയും ഒരു ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് അനായാസം വിജയത്തിലേക്ക് കുതിക്കുമെന്ന് കരുതിയെടുത്തു നിന്നാണ് ഇന്ത്യ തിരിച്ചു വരുന്നത്. പിന്നീട് ആ ഒരു ബദലിന്റെ വിക്കറ്റ് കൂടി വന്നതോടെ പിന്നീട് ഒരു കൂട്ടത്തകർച്ച കണ്ടു. അതുവരെ ഒരു ഹെൽപ്പ് കിട്ടാതിരുന്ന ഇന്ത്യൻ ബോളേഴ്സ് കുറച്ച് കണ്ടീഷൻ ഫേവറബിൾ ആയതോടെ ആ ഒരു ഭയങ്കര സ്വിങ്, ആ ഒരു ഭയങ്കര മൂവ്മെന്റ്, ഭയങ്കര ഹെൽപ്പ് അവർക്ക് പിച്ചിൽ നിന്ന് കിട്ടി. അങ്ങനെ വന്നപ്പോഴേക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അപ്പൊ അത്രയും എൻഗേജിങ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ, അതായത് 5 ദിവസം ആ ഒരു എൻഗേജ്മെന്റ്, ആ ഒരു ത്രില്ല് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട പേര് മുഹമ്മദ് സിറാജിന്റെയാണ്. ഇപ്പൊ സിറാജിനെ ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിറാജ് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബോളർ ആണെന്ന്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സീരീസിൽ 5 മത്സരങ്ങൾ മുഹമ്മദ് സിറാജ് കളിച്ചു. ഇനി അതിന് മുമ്പുള്ള സീരീസുകൾ എടുത്താലും സിറാജിന്റെ ആ ഒരു വർക്ക് ലോഡ് നമ്മൾ അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇത്രയും 5 മത്സരങ്ങൾ 25 ദിവസം തുടർച്ചയായിട്ട് പന്തെറിഞ്ഞിട്ട് അവസാന പന്ത്, ആ ഒരു വിക്കറ്റ് ഇട്ട ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ച പന്തെന്ന് പറയുന്നത് 143 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. അത് അത്രയും ആ ഒരു ലൈൻ ഹാർട്ടഡ് ആയിട്ട് ആ ഒരു പെർഫോമൻസ് നിലനിർത്തി ആ ഒരു ഫുൾ ഫ്ലോയിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ച്. അപ്പം ഹാറ്റ്സ് ഓഫ് മുഹമ്മദ് സിറാജിനെ പറയാനുള്ളൂ. ഒരു വെൽ ഡിസേർവ്ഡ് മാൻ ഓഫ് ദ മാച്ച് തന്നെയാണ് സിറാജിന്. ഇപ്പോൾ നമ്മൾ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് കളഞ്ഞപ്പോൾ എല്ലാവരും സിറാജിനെ കുറ്റപ്പെടുത്തി. ഇറ്റ് ഹാപ്പൻസ്. കാരണം ക്യാച്ച് ആ ഒരു മിസ്ജഡ്ജ്മെന്റ് ആയിരുന്നു, ആ ഒരു ക്യാച്ച് നഷ്ടപ്പെടാം. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിലൊക്കെ ജയ്സ്വാൾ 4 ക്യാച്ചുകളാണ് കളഞ്ഞത്. അതുപോലെ തന്നെ ഇടയ്ക്ക് രാഹുൽ ഒരു ക്യാച്ച് കളഞ്ഞിട്ട് ജെയ്മി സ്മിത്ത് സെഞ്ചുറി അടിച്ചതൊക്കെയാണ്. അപ്പോൾ മത്സരമാണ്, ക്യാച്ചുകൾ നഷ്ടപ്പെടാം. എന്നാൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക്, ആ ഒരു മിസ്റ്റേക്ക് ടീമിന്റെ വിജയത്തിനെ അഫക്റ്റ് ചെയ്യാതെ തന്റെ ബോളിംഗ് കൊണ്ട്, തന്റെ പ്രൈമറി സ്കില്ല് കൊണ്ട് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും വിജയിപ്പിക്കുകയും ആ ഒരു സീരീസ് സമനിലയിലാക്കുകയും സിറാജ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ബോളറെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ബുംറ ഇല്ലാത്ത അവസരത്തിൽ ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു നല്ല മികച്ച രീതിയിൽ ലീഡ് ചെയ്യാനായിട്ട് സിറാജിനായി. അതുകൊണ്ട് തന്നെ സിറാജിനെ പറ്റി എത്ര പറഞ്ഞാലും വാക്കുകൾ മതിയാവില്ല. അതുപോലെ തന്നെ പ്രസീദിന്റെ കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് ഒരു മോശം മത്സരത്തിന് ശേഷം പിന്നീട് തിരികെ വരികയും വളരെ നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം പ്രസീദിന്റെയും വളരെ നല്ലൊരു മാച്ചായിരുന്നു ഇത്. പിന്നീട് നമുക്കറിയാലോ, ഈ ഒരു സീരീസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സീരീസിന്റെ ഫുൾ റിവ്യൂ തീർച്ചയായിട്ടും ചെയ്യും. ഈ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2ാം ഇന്നിംഗ്സിൽ ജയ്സ്വാളിന്റെ ആ സെഞ്ചുറി, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു ക്വിക്ക് 50, അതുപോലെ തന്നെ ജഡേജയുടെ ആ ഒരു കമിയോ റോൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പറയാനുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജെയ്മി സ്മിത്ത് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ സ്മിത്തിന്റെ വിക്കറ്റ് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ ഒരു വിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിന് ഫേവറബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹാർഡ് റോളർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാർഡ് റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിച്ച് ഒന്നുകൂടെ ടൈറ്റ് പാക്കഡ് ആയിട്ട് കുറച്ച് നേരമെങ്കിലും ബാറ്റേഴ്സിന് ഒരു ഹെൽപ്പ് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് റോളർ തന്നെയാണ് ഇംഗ്ലണ്ട് ചൂസ് ചെയ്തത്. എന്നിട്ടും ഇന്ത്യൻ ബോളേഴ്സ് പിന്നോട്ട് പോയില്ല. ഇപ്പോൾ ജെയ്മി സ്മിത്തിനെ നിലയുറപ്പിക്കാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ പിന്നീട് തുടർച്ചയായിട്ട് നമ്മുടെ മുഹമ്മദ് സിറാജിന്റെ യോർക്കറുകളൊക്കെ ഒരു ഓൺ ദ പക്ക ബ്യൂട്ടിഫുൾ ആയിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ പ്രസീദും നന്നായിട്ട് ബോൾ എറിഞ്ഞു. ഇടയ്ക്ക് നമ്മുടെ അവസാനം ഗസറ്റ്കിൻസൺ ഒരു 6 ഒക്കെ അടിച്ചു. അത് ബൗണ്ടറിയിൽ ഒരു മിസ്ജഡ്ജ്മെന്റ് ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തി. എങ്കിലും അവസാനം ഇന്ത്യ 6 റൺസിന് വിജയിക്കാൻ ഉണ്ടായത്. പിന്നെ ഇവിടെ നമ്മൾ സിറാജിന്റെ കാര്യം പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ക്രിസ് വോക്സിന്റെ. അതായത് ഒരു സൈഡിൽ ആ ഒരു ഷോൾഡർ ഇഞ്ചുറി വന്നിട്ട് ബാൻഡേജ് ഒക്കെ ഇട്ട് ആ ഒരു സ്ലിംഗ് ഒക്കെ ഇട്ടിട്ട് ഒറ്റ കൈ കൊണ്ടാണ് ക്രിസ് വോക്സ് ബാറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു
ആ ഒരു കമ്മിറ്റ്മെന്റിനെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ അറിയാലോ, അങ്ങനെ ഒരു ബാറ്റർ വന്നു കഴിയുമ്പോൾ ഓടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വോക്സിന് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുസെറ്റ്കിൻസൺ മാക്സിമം സ്ട്രൈക്ക് ഫാം ചെയ്തിട്ട് കളിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും അവസാനം ഒരു മികച്ച യോർക്കറിൽ ഗുസെറ്റ്കിൻസന്റെ വിക്കറ്റ് വീഴ്ത്തി സിറാജ് തന്നെ ഫിറ്റിംഗ് ആയിട്ട് ഈ ഒരു സീരീസ് ഒരു എന്താണ് അതിന്റെ ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിൽ, അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിൽ എത്തിച്ചു. ഇനിയിപ്പോൾ ഈ മത്സരത്തിലെ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, സിറാജ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതുപോലെ പ്രസിദ്ധിന് നല്ലൊരു മത്സരമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റിംഗ് വൈസ് ജയ്സ്വാളിന് നല്ലൊരു മത്സരമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ഇന്നിങ്സിൽ കരുൺ നായർ ഒരു ഗ്രിറ്റി 50 അടിച്ചു. ഇപ്പോൾ നമ്മൾ എന്താണ് ആ പ്രിവ്യൂ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വിക്കറ്റുകളെല്ലാം നേടിയത് ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ്. അത്രയും ആ ഒരു സ്പൈസ് ഉള്ള പിച്ചായിരുന്നു. ഇപ്പോൾ ഈ ഒരു 4-ാം ദിവസമൊക്കെ ഇന്ത്യൻ ബോളേഴ്സിന് അത്രയും സ്വിംഗ് ആണ് കിട്ടിയത്. ആ ഒരു നമ്മൾ കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ബോളും ഓരോ ഇവന്റ് തന്നെ ആയിരുന്നു. ഇപ്പോൾ വിക്കറ്റ് പോകും, ഇപ്പോൾ ഒരു എഡ്ജ് കിട്ടും, അങ്ങനെ ബാറ്റിനെ ബീറ്റ് ചെയ്ത് നിരവധി പന്തുകൾ പോകുന്നു, വളരെ മികച്ച രീതിയിൽ ആ ഒരു സ്വിംഗ് ഒക്കെ വരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള, ഇപ്പോൾ കുറച്ച് നേരമേ ഒരു സെഷന്റെ കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു, ഒരു ഡേ തന്നെയായിരുന്നു ഇന്നത്തേത്. ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഇംഗ്ലണ്ട് ടീമിനെ 2-2 സമനിലയിൽ പിടിക്കുന്നത്. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന നേട്ടമാണ്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലാണ് മാൻ ഓഫ് ദ സീരീസ് ഇന്ത്യൻ സൈഡിൽ നിന്നിട്ട് വെൽ ഡിസേർവ്ഡ് ആണ്. അപ്പോൾ അറിയാലോ, അപ്പോൾ ഡോൺ ബ്രാഡ്മാന്റെയും സുനിൽ ഗവാസ്കറിന്റെയും പേരുകൾക്കൊപ്പം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഫീറ്റ് ആണ്. പിന്നെ ഇംഗ്ലണ്ട് നിരയിൽ നിന്ന് മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് വന്നത് ഹാരി ബ്രൂക്ക് ആണ്. അതിന് എനിക്ക് അത്ര യോജിപ്പില്ല. ഈ മത്സരത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ഹാരി ബ്രൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാസ്ബോൾ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ അറിയാലോ, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹാരി ബ്രൂക്കിന്റെ ഒരു തന്ത്രം. അത് ഈ മത്സരത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ജോ റൂട്ട് 3 സെഞ്ചുറികൾ, അതായത് 1-1 നിൽക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങൾ സെഞ്ചുറി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ഫീറ്റ് തന്നെയാണ്. അതുകൊണ്ട് ജോ റൂട്ട് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത്, മാൻ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഹാരി ബ്രൂക്കിനാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഒരു മാൻ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള ഒരു ടീം ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നൽകാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് ഒരുപാട് മികച്ച നേട്ടങ്ങൾ സ്വന്തമാവട്ടെ. ഇനിയിപ്പോൾ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ചില ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ വന്നു, മാനേജ്മെന്റ് സൈഡിലൊക്കെ വന്നെങ്കിലും ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി നമ്മൾ അവിടെ ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഗിൽ ഒരു യങ് ക്യാപ്റ്റൻ ആണ്. ഇന്ത്യയെ പോലൊരു ടീമിനെ ഇംഗ്ലണ്ടിൽ വന്ന് നയിക്കുക, അതും തന്റെ ഫസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഹി വിൽ ലേൺ വിത്ത് എക്സ്പീരിയൻസ് എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഗില്ലിന്റെ കരിയറിലും ഒരു പൊൻതൂവലാണ് ബാറ്റ് കൊണ്ട് മാൻ ഓഫ് ദ സീരീസ് സ്വന്തമാക്കുക, പരമ്പര സമനിലയിലാക്കുക. അങ്ങനെ എന്തായാലും വളരെ മികച്ചൊരു സീരീസ് തന്നെയാണ്. എന്തായാലും ഒരു ക്രിക്കറ്റ് ആരാധന എന്ന നിലയ്ക്ക്, ഒരു ന്യൂട്രൽ ഫാൻ എന്ന നിലയിൽ നോക്കിയാലും നമ്മളെ വളരെയധികം എൻഗേജ് ചെയ്യിച്ചൊരു സീരീസാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വളരെ ഫിറ്റിംഗ് ആയിട്ട് 2-2 എന്നൊരു സ്കോർ ലൈനിൽ തന്നെയാണ് ഈ ഒരു സീരീസ് അവസാനിച്ചത്. അതെന്തായാലും തീർച്ചയായിട്ടും ആ ഒരു സീരീസ് നമ്മൾ നോക്കുമ്പോൾ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ് വന്ന ഒരു സീരീസിൽ തീർച്ചയായിട്ടും അത് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കോർ ലൈൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ സീരീസിന്റെ ഇന്ത്യൻ ടീമിന്റെ ഒരു ഫുൾ റിവ്യൂ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ടീമിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ മാച്ചിന്റെ മൊത്തത്തിൽ ഒരു 5th ഡേ പ്ലസ് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.